കരന്ന് സരിതര പിറന്നാളാണ്. കല്ലുവാതുക്കൽ കത്രീന, ഇത് മിസ്സിസ് ഓമന നാരായണൻ. ഭയങ്കര പോഷക ഗുണമായിട്ടുള്ള ഒരു സാധനമാണ് ഈ പൊട്ടുവെള്ളരി. കേട്ടാ നല്ല വലിപ്പമില്ല. കളയണേ കളയാം, ഞാൻ കുരു കളയുന്നില്ല കേട്ടാ. തളർന്നു വേണ്ട, ഇതായിട്ടുണ്ട്, കുഴപ്പമില്ല. കുരു ഉണ്ടെന്നുള്ളൊരു ശല്യം മാത്രമല്ല. പുറത്തു നിന്നിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി കാഴ്ചവെക്കും. നല്ല മധുരം, ബെസ്റ്റ് കരിക്കും. 60 ലിറ്റർ പരഞ്ഞി മുതൽ 50 ഗ്രാം വരെ പരഞ്ഞി വരും. എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് കണ്ണൊക്കെ നല്ല ഭംഗിയില്. എന്റെ തല മൊട്ടയായിരുന്നു, എന്നിട്ട് എടുത്തുകൊണ്ട് കിടക്കും. ചെമ്പരത്തി പൂവ് ചെവിയും വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്താന്ന് പറയുന്നത്. എന്താണ് കാരണം? ഇവിടെ നമസ്കാരം, ഇന്ന് സരിതര പിറന്നാളാണ്. അപ്പൊ ആഘോഷങ്ങളൊന്നും ഇല്ല, കേക്ക് മുറിക്കണമെന്നില്ല. അപ്പൊ ഞാൻ സരിതിക്ക് ഒരു ജ്യൂസ്, സരിതിക്കല്ല വീട്ടിലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ്. മറ്റേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞിട്ട്? കേട്ടാ, ഇതേ പൊട്ടുവെള്ളരി വിൽക്കാൻ വെച്ചോണ്ട് കൊടുങ്ങല്ലൂരിന്ന് വരുന്നത്. കൊടുങ്ങല്ലൂരിന്ന് ഈ കൊടുങ്ങല്ലൂർ, നെടുമ്പാശ്ശേരി, മതിലകം ആ വശങ്ങളില്ലേ, ആ വശത്ത് കൃഷി ചെയ്യുന്ന സാധനമാണ് ഈ പൊട്ടുവെള്ളരി. ഭയങ്കര പോഷക ഗുണമായിട്ടുള്ള ഒരു സാധനമാണ് ഈ പൊട്ടുവെള്ളരി. കേട്ടാ, ഇതിങ്ങനെ വലിയ വലിയ ഇതുകളായിട്ട് കാണാം. പിന്നെ ഇത് മറ്റേ ഈ ജൈവ രീതിയിൽ മാത്രമാണ് കൃഷി ചെയ്യുന്നത് തോന്നുന്നു, ആണോ? അപ്പം ഞാൻ ഈ പൊട്ടുവെള്ളരി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കുന്നിട്ടാ. ഭയങ്കര ഒരു നല്ല വലിപ്പമില്ല. കേട്ടാ, അതെടുത്ത് തന്നു. ഇത് ആയിട്ടില്ലേ? ഇത് ഏതാണല്ല, ഇതിനായിട്ടുള്ളതല്ലേ? ഇത് ഒരെണ്ണായിട്ടുണ്ട്. ഒരെണ്ണം എടുത്തോ, നാളെ തീയാവണത് ഒരെണ്ണം എടുത്തോ, നാളെ തീയാവൂ. അപ്പോൾ ഈ രണ്ടെണ്ണം എടുത്തോ. അപ്പം ഞാൻ ഇതുകൊണ്ടൊരു ഗംഭീരമായ ജ്യൂസ് ഉണ്ട്. വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് കുട്ടല്ലൂരാണ് സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ കുട്ടല്ലൂർ വശത്ത് ജഗുവിൻ്റെ സ്കൂളാണ് ആ കാണുന്നത്. അവിടെ ഇവിടെ ഒരു മാള് ഉണ്ട്, ഹൈലൈറ്റ് മാള്. കണ്ടത് കാണണ്ട, ഇത് തൊട്ടടുത്താണ്. ഇനി ഇവിടെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇവിടെ തിരക്കിൻ്റെ കേന്ദ്രമായി മാറും. ഞാനൊരു കരിക്ക് കുടിച്ചാലോ? ഒരു കരിക്ക് എനിക്ക് ആക്ക് കണ്ട, ഇങ്ങനെ പൊതിഞ്ഞു തരും ഒരു വെള്ള പേപ്പറിൽ. അതാണ് ഇവരുടെ പ്രത്യേകത. ഞങ്ങളിത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ജഗുവിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ പോയപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ഈ സാധനം പൊട്ടുവെള്ളരി. ഇത് എന്തൊരു സാധനം നമുക്കറിയില്ല. ഇത് പല ടൈപ്പിൽ ജ്യൂസ് ഉണ്ടാക്കി നാളികേരം പാലൊക്കെ ചേർത്ത് ഒക്കെ കഴിക്കും. എനിക്കൊരു കരിക്ക് ഇങ്ങനെ മാന്തിരിക്കുന്ന ടൈപ്പ് അവർക്ക് കിട്ടിയില്ല, അതുപോലത്തെ കരിക്ക്. നാളെ കരിക്ക് പഠിക്കണം. എവിടെ ചേട്ടൻ്റെ വീട്? മണ്ണുത്തി. എന്ന പേര് ഗോപൻ. മണ്ണുത്തിയിൽ എവിടെയാ? ചെറുക്കോട്. ഒരു കരിക്കാവിന് നല്ല മധുരം, ബെസ്റ്റ് കരിക്ക്. ഈ ഏരിയയിൽ മുഴുവൻ കുറെ സംഗതികളുണ്ട് കേട്ടാ, പറഞ്ഞുതരാം. ഭരണി കച്ചവടം, അവിടെ നോട്ട് ഇങ്ങോട്ട് മീൻ കച്ചവടം, എല്ലാ ടൈപ്പും ഉണ്ട്. കോഴിമുട്ട, താറാമുട്ട, അതെ നിതിനുള്ളത്. നിധി കുടിച്ചോ? ചില്ലറ നോട്ട് വേണം, 40, 60. അപ്പം ഈ സൈഡിൽ തന്നെ കോഴിമുട്ട, താറാമുട്ട. ഇതാണ് നമ്മുടെ മാളല്ല കേട്ടാ. ഈ മാളിൻ്റെ മുൻവശമാണ് ഇപ്പം ഇത് കാണുന്നത്. കേട്ടാ, ലാസ്റ്റ് ആയി പണി. അപ്പം ഇനി ഇവിടെ തിരക്കിൻ്റെ കേന്ദ്രമായിരിക്കും ലാസ്റ്റായി. അപ്പോൾ ഇവിടെ കണ്ടത് കോഴിമുട്ട, താറാമുട്ട, കാടമുട്ട എനിക്കുണ്ട്. പിന്നെ അവിടെ നിന്നാണ് അങ്ങോട്ട് നീട്ടാണ് ഞാൻ മീൻ വാങ്ങിക്കാറ്. പിന്നെ ഞാൻ ഇന്നാളെ ഭരണി വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അവിടെയാണ് ഭരണി കച്ചവടം. വേണ്ട ഭരണി കച്ചവടം. ഇത് ഈ ഭരണിയാണ് ഞാൻ വാങ്ങിച്ചത്. വേണ്ട, ഞാൻ ഇന്നലെ ഭരണി വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആളാണ് ഭരണി വിൽക്കുന്ന ആൾ കേട്ടാ. ഇവിടുന്ന് ഞാൻ ഭരണി വാങ്ങിക്കാറ്. എല്ലാ ടൈപ്പ് ഭരണികളുണ്ട് അല്ലേ? എവിടുന്ന വരുന്നത്? കർണാടക. ഇവിടെ തമിഴല്ലേ? കന്നഡയാണ്. കർണാടകയിലെ ഇവിടെ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലം. ചിത്രദുർഗ കേട്ടിട്ടില്ലേ? അവിടെ നിന്നാണ് വാങ്ങിച്ചത്. പല പല ഭരണികളുണ്ട് കേട്ടോ. ഇത് ഭരണില്ല, ഇത് ഇങ്ങനത്തെ സാധനം. 60 ലിറ്റർ ഭരണി മുതൽ 50 ഗ്രാം വരെ ഭരണി വരുന്നുണ്ട്. ഇതിനെന്ത് വേണ്ടി? 60 ലിറ്റർ ആവൂലേ? ഇതിനെന്ത് വിലയുണ്ട്? 2400. ഇപ്പോൾ വൈനൊക്കെ ഇട്ട് വയ്ക്കണമെങ്കിൽ പറ്റിയ സാധനമായിരിക്കും. ഭരണി കച്ചവടം. അപ്പോൾ ഇവിടുന്നൊക്കെ നിറയെ കച്ചവടങ്ങളാണ് ഈ സൈഡ് മുഴുവൻ. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ
പൊട്ടുവെള്ളരി വാങ്ങിച്ചിട്ട് നമ്മളൊരു വീടിന് മുൻവശത്തേക്ക് വന്നോളതാണ്. ഇത് നമ്മുടെ ചെറുപ്പകാലത്ത് എനിക്ക് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു ചേച്ചിമാരുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ നിന്ന് നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന് പഴയ മാറ്റങ്ങളൊന്നും ഒരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. കണ്ട പണ്ടത്തെ ഒരു കുറേ കൊല്ലങ്ങൾ, എത്ര കൊല്ലങ്ങളെന്ന് പറയാൻ പറ്റില്ല. ആ കമ്പിയിലൊക്കെ കണ്ട ഒരു 5-6 ചൂലെടുത്തോ. ഇത് വത്സലേച്ചി. ഇങ്ങോട്ട് വാ. വത്സലേച്ചിന് എനിക്ക് ചൂല്, ഇത് കണ്ട മിറ്റടിക്കുന്ന ചൂല്, നല്ല ചൂലുകൾ വത്സലേച്ചി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അതൊക്കെ ബെസ്റ്റ് ചൂലുകളാണ്. ഇത് എത്ര രൂപ വാങ്ങിക്കരുത്? 65 രൂപയാണ് ഒരു ചൂലിന് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കടയിൽ ഇപ്പോൾ തുടയ്ക്കണ കോല് വാങ്ങിക്കാൻ പോയിപ്പോൾ അവിടെ ചൂലുണ്ട്. അത് വരവ് ചൂലാണ്. അതൊന്നും അതിൻ്റെയൊക്കെ ഈ ഈർക്കിലികളൊന്നും ഇത്ര ഇതിൽ നല്ല നീറ്റായിട്ട് എടുക്കില്ല. വെറുതെ തോന്നിയ പോലെ കാട്ടിയുള്ള അങ്ങാടി പണി പോലത്തെ 50 രൂപ ചൂല്. പക്ഷേ വത്സലേച്ചിയുടെ ചൂല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ചൂലുകളാണ്. സരിതയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. കണ്ട അപ്പോൾ ഈ ചൂലുകൾ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമില്ല, ചൂലുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? എത്ര? പട്ട കിട്ടണം ഇഷ്ടം പോലെ അല്ലേ? വത്സലേച്ചി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്താ വെച്ചില്ലേ, പട്ട കിട്ടണം അല്ലേ? ഇപ്പൊ എത്ര ചൂല് കയ്യിലുണ്ട് ആകെ? ആളുണ്ടാ? അതെ, അപ്പൊ ചൂലിന് ആളുണ്ടെന്ന്. അപ്പൊ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വത്സലേച്ചി എന്നെ എടുത്ത് കൊണ്ടു നടക്കുക. അതായത് നമ്മള് വീട്ടില് അമ്മയ്ക്ക് നമ്മളെ നോക്കാൻ സമയമില്ല. അപ്പൊ വത്സലേച്ചിയാണ് എന്നെ എടുത്തുകൊണ്ട് പോയിട്ട് കണ്ണൊക്കെ എഴുതി നല്ല ഭംഗിയില്. എന്റെ തല മൊട്ടയായിരുന്നു. എന്നിട്ട് എടുത്തുകൊണ്ട് കിടക്കും. എടുത്തുകൊണ്ട് നടന്നിട്ടേ ഇങ്ങനെ എന്റെ വായില് വിരലിട്ടിട്ട് കാണിക്കും. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പൊ ഞാൻ 6 മതി. അപ്പൊ ഞാൻ 6 ചൂല് ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മള് അപ്പൊ ഞാൻ പോവാ. ചൂല് വാങ്ങിച്ചു കേട്ടാ. കേട്ടൊന്നും വേണ്ട. അടിപൊളി ചൂല് കേട്ടാ. അപ്പൊ ഈ വീടിന് മാത്രം വലിയ മരണം സംഭവിച്ചില്ല. ഈ വീടിന്റെ സ്വല്പം അങ്ങോട്ട് ബാക്കിലാണ് നമ്മുടെ വീട്. പണ്ടത്തെ തറവാടായിരുന്നു. സ്വല്പം ഒരു 10-100 മീറ്റർ അടുത്ത് തിങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ്. അപ്പൊ നമ്മളിങ്ങനെ വളഞ്ഞ് അപ്പുറത്തേക്ക് വരുന്നു മാത്രം. അപ്പൊ ഓലില്ലേ നമുക്ക്. അപ്പൊ ഇവിടെ നോക്കിയ പഴയ നാടൻ ചെത്തി ഒക്കെ ഇവിടെ കണ്ട. അത് അന്നുള്ളത് തന്നെയാണ്, ഇപ്പോഴും ഉണ്ട് നാടൻ ചെത്തി പൂവ്. വിലയിടത്തും കാണാൻ പറ്റുമോ? പിന്നെ ചെമ്പരത്തി, ഇതൊക്കെ അന്നുള്ള ഈ വേലിൻ്റെ അവിടെയുള്ള ചെമ്പരത്തി തന്നെയാണ് കേട്ടാ. ഇപ്പോഴും മരം ഇവിടെ പണ്ടൊരു പ്ലാവ് ഉണ്ടായിരുന്നു, വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു ഇവിടെ. മുറിച്ച് കളഞ്ഞു. അപ്പൊ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ചെമ്പരത്തി പൂവ് ചെവിയും വെച്ച് കഴിഞ്ഞാൽ പ്രാന്താന്ന് പറയുന്നത് എന്താണ് കാരണം? അതെന്താ അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ ചെമ്പരത്തി പൂവ് വെച്ച് സരിത വിചാരിക്കും ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വരുമ്പോൾ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയും. അപ്പം ഞാൻ തിരിക്കില്ല വണ്ടി. അങ്ങനെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം വേഗം. നമ്മുടെ പൊട്ടുവെള്ളരി എടുത്തു കേട്ടാ. ഇത് ശരിക്ക് നാളത്തേക്ക് ആവുള്ളൂ. പക്ഷെ നമുക്കിന്ന് എടുക്കാതെ നിവർത്തിയില്ല. കണ്ടിട്ടുണ്ടാവും പൊട്ടുവെള്ളരി 50 രൂപ എന്നുണ്ട് കിലോന് കേട്ടോ. അതിപ്പോൾ 3.5 കിലോനുണ്ടെന്നുണ്ട്. പേപ്പറാണ് പൊതിഞ്ഞ് തന്നിട്ടുള്ളത്. ഒന്ന് പൊളിച്ചിട്ടേ ഇത് ഇങ്ങനെ തൊലി ചെത്തിയിട്ട് കണ്ട ഇങ്ങനെ എടുക്കാം. ശരിക്ക് കുരു കളയാം. ഞാൻ കുരു കളയുന്നില്ല കേട്ടാ. കുരിയിൽ കിടന്നോട്ടെ. നാളികേരം പാലൊക്കെ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുന്ന പരിപാടികളുണ്ട്. ഭയങ്കര തൊട്ട് കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ പൊടിഞ്ഞു വീഴും. പൊട്ടുവളരിയോണ്ട് ഒരു ബിൽഡിങ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കൊണ്ട് വെറുതെ ഇതിങ്ങനെ കുറച്ച് നേരം തട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞ് വെള്ളം പോലെയാവും. വെറുതെ ഒരു സങ്കല്പം. അപ്പം നൈസായിട്ട് നമുക്ക് തൊലി കളഞ്ഞ് പൊട്ടുവെള്ളരി ജ്യൂസിന് 30 രൂപയാണ് കേട്ടോ അവിടെ വില. നമ്മുടെ കടപ്പ ഇടുന്ന ശബ്ദമാണ് കേട്ടോ. സരിതയുടെ കിടന്ന് ഉറങ്ങാന്നുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാം. പീലറുണ്ട് ചേത്താലേ വേണമെങ്കിൽ. ഭയങ്കര വിറ്റാമിൻ സി ഒക്കെ ഇതിൽ കണ്ടമാനം അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ മുന്നുണ്ടായി കഴിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടു പൊളിച്ചിട്ട് ടീസ്പൂൺ കൊണ്ട് ചരണ്ടി എടുത്തു.
അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊലി നല്ല കനത്തിൽ പോവും. ഇതാകുമ്പോൾ തൊലി അധികം കനത്തിൽ പോവില്ല. ഇത് നമ്മളത് ഇരിക്കുന്നു കേട്ടോ. ഒന്നുമില്ല, ഇത് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ആള് തളർന്നു വേണ്ട. നോക്കിയേ പൊളിഞ്ഞ വേണ്ട. വെറുതെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അതായത് മധുരത്തിന് പഞ്ചസാര ചേർക്കാം. പലരും പലതരത്തിലാണ് ചെയ്യുന്നത്. ചിലർ ഇങ്ങനെ മിക്സിയിട്ട് അടിക്കുന്നുണ്ട്, പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുന്നവരുണ്ട്, ശർക്കര ചേർത്ത് കഴിക്കുന്നവരുണ്ട്. നമ്മളിതിലേക്ക് തേനാണ് ചേർക്കുന്നത് കേട്ടോ. ഇതായിട്ടുണ്ട്, കുഴപ്പമില്ല, പാകമായിട്ടുണ്ട് ഏകദേശം. ഞാൻ വിചാരിച്ചാൽ ആയിട്ടില്ലെന്ന് വിചാരിച്ചാൽ കണ്ടോ. നോക്കിയേ വെള്ളം പോലെ തുടങ്ങിയില്ലേ. നോക്കിയേ അത് നാളത്തേക്കാവുള്ളൂ. ഈ വലുതില്ലേ നാളത്തേക്കാവുള്ളൂ, അത് നാളത്തേക്കാവുള്ളൂ, ആയിട്ടില്ല. ഇവിടെ വെള്ളമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും ചെയ്തില്ലേ, വെള്ളം ഒഴിക്കരുത് ഇട്ടില്ലേ, വെള്ളം ഒഴിക്കരുത് വേറെ. ഇല്ല, ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് തണുക്കാനായിട്ട് കേട്ടോ. തണവില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് വെറുതെ കഴിക്കാവുന്നുള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് പിന്നെ കുറച്ച് 2 സാധനങ്ങൾ ചേർക്കണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടു വെച്ചിട്ട് വരാം. എന്നിട്ടൊരു 10 മിനിറ്റ് അല്ല ഒരു സ്വല്പം നേരം കഴിഞ്ഞിട്ട് എടുക്കാം. തണവായിട്ട് കേട്ടോ. അതിന് തണവ് വരും. തണവ് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ പിറന്നാളുകാരി വന്നു. നമ്മൾ ഈ സാധനം ഞാൻ ഫ്രീസറിലാണ് വെച്ച് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നല്ല തണവായിപ്പോൾ. ഇതിൻ്റെ മുകളിൽ കുരുക്കളുണ്ട് കേട്ടോ. കുരുക്കൾ കളയുന്നില്ല, കുരുക്കൾ വിഴുങ്ങാം. എന്നാൽ ഞാൻ ഈ ഇതിൽ കണ്ടപ്പോൾ നല്ലത് അല്ല ഈ പൊട്ടുവളരെ കുറിച്ച് കുരുക്കൾ ബെസ്റ്റാണെന്ന്. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് ചേർക്കാൻ പോണത്, അതിന് മുന്നേ പിറന്നാളിൻ്റെ സരിതയുടെ കാര്യം പറയണ്ടേ. സരിതയ്ക്ക് പിറന്നാളായിട്ട് ഒരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർഡിൽ ചില ഇത് എടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫ്രണ്ട്, യു ആർ 1 in a million. ഇതിൽ കുറച്ച് ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഡിയർ സരിത ചേച്ചി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് യു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ. കുറച്ച് പാഠങ്ങളുണ്ട്. സരിത ചേച്ചിക്കൊപ്പം 42ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവതാരങ്ങൾക്കും എൻ്റെ ഹാർദമായ ആശംസകൾ. ഇത് സരിതയുടെ പഠന വാലിക്കാരി വിലാസിനി ഓരോന്നിനും പേരിട്ടിട്ടാ. അടിച്ചുതളിക്കാരി അമ്മണി, മരം ചുറ്റി മന്ദാകിനി, കല്ലുവാതുക്കൽ കത്രീന. ഇത് മിസ്സിസ് ഓമന നാരായണൻ. നല്ല ഭംഗിയുണ്ടല്ലേ വെച്ച് നോക്കി. എങ്ങനെയുണ്ട് മോശായിൻ്റെ? അത് ഞാൻ തന്നെയല്ല ഓരോ വീഡിയോത്തെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുത്തിട്ടാക്കിയേക്കണല്ലേ. ഇത് അയച്ചോണത് രോഹിത് കേട്ടാ. രോഹിതന് അയച്ചു തന്നിട്ടുള്ളത്. നമുക്ക് കമന്റുകൾ ഇഷ്ടം പോലെ ഇരുന്ന ആളാണ് കേട്ടാ. രോഹിതിന് എന്റെ നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മള് ഇതിൽ ചേർക്കണത് തേനാണ് ചേർക്കണത്. ഞാൻ പറഞ്ഞില്ലേ, ഈ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചേർക്കാം. നാളികേരം പാലൊഴിച്ച് ഏലക്കായ പൊടി ഇട്ടിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. വെള്ളം ഒഴിക്കാൻ പാടില്ല നഹി. അപ്പൊ നമ്മൾ ഇതിൽ തേൻ ചേർക്കണത് യാതിരപ്പള്ളി ഒരു തവണ നമുക്കറിയില്ല, തരങ്ക.com എന്ന് പറഞ്ഞിട്ട് അയച്ചെന്നില്ലേ. അതിരപ്പള്ളി ട്രൈബൽ വാലി എന്ന് പറഞ്ഞിട്ട് ആ ട്രൈബ്സിന്റെ പ്രോഡക്റ്റുകള് കേരള ഗവൺമെന്റ് കൂടി ചേർന്നിട്ട് അവര് ഇറക്കണതല്ലേ. കുറെ വിത്തുകള്, പിന്നെ കൃഷി സാധനങ്ങള്, പിന്നെ കുറെ മഞ്ഞൾപ്പൊടി. അതിലത്തെ ഇതാണ് തേൻ ഒറിജിനൽ തേൻ തന്നെയാണ്. നമുക്ക് അത് ഞാൻ നോക്കി. അപ്പോൾ ആ തേനാണ് നമ്മൾ ഇത് ചേർക്കുന്നത് കേട്ടോ. തേൻ ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു 3-4 ടീസ്പൂൺ തേൻ ചേർക്കാം. ജ്യൂസ് കിട്ടുമ്പോഴേ നമ്മളെവിടെ തരത്തിൽ ചേച്ചിയുടെ അവിടേക്ക് അങ്ങോട്ട് പോയി. അല്ല, നമ്മൾ ആദ്യമായിട്ട് കഴിച്ചത് ജഗുവിന് ചികിത്സക്ക് പോയി കൊടുങ്ങല്ലൂര്. ആവശ്യത്തിനുണ്ടാവും അല്ലേ. അപ്പൊ വെള്ളം പോലെ എങ്ങടായിരുന്നു മുപ്പൂരിയുള്ള ഈ സാധനത്തിൽ എത്ര വില വെച്ചാ 80 അപ്പൊ ഇതുകൊണ്ട് എത്ര 30 അവർക്ക് ഈ 80 ഈ സാധനം പൊട്ടുവെള്ളത്തിൽ കിട്ടിയിട്ട് എന്തൊട്ട് ലാഭം ഉണ്ടാവുക. അപ്പൊ വെള്ളം ചേർക്കും. വെള്ളം കൂടി ചേർക്കുമ്പോ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ഇതേണ്ട ഇപ്പൊ നോക്കിയേ, ഞാൻ ചേർത്തിട്ട് മധുരം ഒന്നുകൂടി ഉടക്കാട്ടാ. നല്ല തണവായിണ്ടാവും. ഇപ്പൊ ജഗുവിന് ഈ തണവുള്ള സാധനം കൊടുക്കാൻ പറ്റില്ല. ജഗുവിന് ഇതുണ്ടല്ലോ തണുപ്പിക്കാണ്ട് കൊടുക്കാം. നാളത്തേക്കുള്ളൂ അതല്ല, അല്ലെങ്കിൽ കണ്ടമാന അതിൽ കുറെ ഉണ്ടായേനെ. മധുരം ഞാൻ നോക്കട്ടെ കേട്ടോ. മധുരം ഇല്ലെങ്കിൽ ഇത്തിരി തേൻ ചേർക്കാം. ഒരു ടീസ്പൂൺ തേൻ കൊണ്ട് ചേർക്കാം. ഞാൻ അടച്ചോ, തേൻ അടച്ചോ. നമ്മളിത് ഇങ്ങനത്തെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടാ. പാത്രത്തിൽ ചെരിഞ്ഞാൽ മതിയാ. ഗ്ലാസ്സിലല്ലേ കുടിക്കുക ജ്യൂസ്? അല്ലേ, 2-3 പാത്രത്തിൽ 4 ഞാൻ എന്തിനാ ചെന്നിട്ട്. ഇത് അധികം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേ മറ്റേതായിട്ടില്ലല്ലോ. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാക്കാമായിരുന്നു.
ഇന്ന് ഇതിന് വേണ്ടേ ആ. അവിടെ 2 പണിക്ക് അവർക്ക് കൊടുക്കണ്ടേ? ആ ഇതിന് മുകളിൽ നോക്കിയേ ഞാൻ കപ്പലണ്ടിരുന്നു. അല്ലാണ്ട് തന്നെ അതിന്റെ കുരു ഉണ്ടാവും കടിക്കാൻ. കുരു കടിക്കുന്നു. മിക്സ് ചെയ്തിട്ട് കഴിച്ചോട്ടെ. നീ കുടിച്ചേക്ക. ഞാനും ഒരെണ്ണം എടുക്കണു. ജഗുവിന് തണവില്ല സാധനം നാളെ കൊടുക്കാൻ വെച്ചു. കുരു കളയരുത്. അത് മൂക്കാത്ത കുരാണെങ്കിൽ കടിച്ചു തിന്നാൻ പറ്റുള്ളൂ. വിഴുങ്ങിക്കോ. അതിന് വിഴുങ്ങ. എന്താ അത് ഈ കപ്പലണ്ടി ഇട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വിഴുങ്ങായിരുന്നു. കപ്പലണ്ടി ഉള്ളതുകൊണ്ട് കടിക്കണം. ചേട്ടൻ അന്ന് വാങ്ങിച്ചോണ്ടത് നമ്മള് തേനൊഴിക്കാണ്ട് വെറുതെ ഉണ്ടാക്കി. പഞ്ചസാര ഒന്നും ഇട്ടില്ലല്ലോ, വെറുതെ കഴിക്കല്ലോ ചെയ്തേ. പഞ്ചസാര ഇട്ട് കഴിച്ചു. ആ അപ്പൊ എനിക്ക് തോന്നി തേനാണ് നല്ലതെന്ന്. തേനാണ് നല്ലത്. വേഗം കഴിയും. ബെസ്റ്റ് ടേസ്റ്റാണ്. കുരുണ്ടെന്നുള്ള ഒരു ശല്യം മാത്രമല്ല. കപ്പലണ്ടിയാണ്. പുറത്ത് നിന്നിട്ട് വേണം ഇത് കഴിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി കാഴ്ചവെക്കാം. അല്ല വേറെ വല്ല സജഷനെ പറയാട്ടാ. ചേട്ടന് മനസ്സിലായത് 6-ാം തമ്പുരാനത്തെ ഡയലോഗാന്ന്? മനസ്സിലായില്ലേ? കുരു ഒരു പ്രശ്നമല്ല. കപ്പലണ്ടി ഇത്തിരി കൂടുതലിട്ട് എന്റെ കഴിച്ചു തുടങ്ങി. കഴിക്കുമ്പോ നല്ലൊരു തണുപ്പ് കിട്ടൂല്ലേ? നല്ല വെയിലുള്ളപ്പോൾ ഈ സാധനം ഈ മുഴുവൻ ഉണ്ടാക്കിയത് ഒരാൾക്ക് കഴിക്കാൻ പറ്റും. അത് ശരീരത്തിന് ദോഷം ചെയ്യില്ല. അവർക്ക് കൊടുക്ക്. ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതുപോലെ തോന്നും. കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കടകളിൽ നിന്ന് കിട്ടുമ്പോ വെള്ളം ചേർത്ത് പഞ്ചസാര ചേർത്തിട്ടാവൂലേ? അല്ലാണ്ട് ഞങ്ങള് ഇവിടേക്ക് പോയില്ലേ, ചന്ദനക്കാട്ടുള്ള സ്ഥലം മറയൂര്. അവിടെ പോയപ്പോ സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോയി. അവര് നമുക്ക് സ്ട്രോബെറി ജ്യൂസാണ് തരുന്നത്. സ്ട്രോബെറി പൊട്ടിച്ചിട്ട് അത് ജ്യൂസ് അടിച്ച് തരുന്നത്. ഒരെണ്ണത്തിൽ അര സ്ട്രോബെറി ഇട്ടുണ്ടാവില്ല. 50 രൂപയാണ് ജ്യൂസിന്. വെള്ളം ഒഴിച്ചിട്ട് സാധാരണ പോലെ പഞ്ചസാര ഇട്ട് പറിച്ചിട്ട് തരുന്നു. കുരു മനസ്സിലായി. അല്ലാണ്ട് വേറെ ചുക്കുരി ഇങ്ങനെ ഇത് 30 രൂപ കൊടുത്തെങ്കിൽ മുതലവർക്ക് മനസ്സിലായി. വെള്ളം ചേർക്കുമായിരിക്കും, പഞ്ചസാര കൂടുതൽ ചേർക്കായിരിക്കും. ഇത് ഇങ്ങനെ കഴിക്കണം. നല്ല ടേസ്റ്റാ. ഞാൻ അവർക്ക് കൊണ്ട് കിടക്കട്ടെ കേട്ടോ. ടീസ്പൂൺ കേട്ടെ. കഴിച്ചോ കഴിച്ചോ. അവിടേക്കുണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. കാശാ വയ്യാണ്ടയാ. എന്തോ അത് മൂടി വയ്ക്കാം. അപ്പൊ അവിടെ 2 പേര് കടപ്പ വിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത് കൊടുക്കാം. അവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്തോന്ന് അറിയില്ല. ചിലർക്ക് കുരുക്കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. ചോദിച്ചോട്ടെ. കടപ്പുള്ള കഴിഞ്ഞ് ഇത് നമ്മളുണ്ടാക്കിയിട്ടുള്ള ഒരു ജ്യൂസാണ്. നിങ്ങൾ കഴിക്കുമോ എന്തോന്ന് അറിയില്ല. ഇതില് നമ്മുടെ വെള്ളരിക്കരെ പോലെ കുരുണ്ടാവും. അതാണ് ഒരു കുഴപ്പം. കുരുക്കളെ കടിക്കേണ്ടി വരും. കുരു വിഴുങ്ങാം. അടിപൊളിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനെന്താ പേരെന്താ? ഇത് പൊട്ടുവെള്ളരി എന്ന് പറയും. ഗുരുവായൂർ അല്ല കൊടുങ്ങല്ലൂർ വശത്ത് നിന്ന് കിട്ടുന്ന വെള്ളരിക്ക ഇറങ്ങി പോകുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. തേനാണ് ചേർത്തോണ്ടതില്, പഞ്ചസാര അല്ല. പഞ്ചസാര ചേർത്ത അതിന്റെ ഗുണം പോയില്ലേ? അതിരപ്പള്ളിന്ന് കൊണ്ടുവന്നിട്ടുള്ള അതിരപ്പള്ളി ഈ ആദിവാസികളുടെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തേനാണ്. പിന്നെ കപ്പലണ്ടി, പൊട്ടുവളരി. ഇത് കുരുക്കള് എന്ന് പറഞ്ഞാൽ ആ പൊട്ടുവളരി കുരുക്കളാണ്. പക്ഷെ നമുക്ക് കളയാൻ പറ്റില്ല. കുരുക്കൾ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ചെല്ലണത്. അപ്പൊ അവരെ കടപ്പിള്ള കഴിയാറായി. അവര് കഴിച്ചോട്ടെ. അപ്പൊ സരിതാര് പിറന്നാള് കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊന്നും മുറിക്കുന്നില്ല. കേക്ക് വാങ്ങിക്കുന്നത് വിചാരിച്ചായിരുന്നു. പിന്നെ ഒന്നും വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾക്കാണെങ്കിലേ എനിക്കാണെങ്കിൽ ഇവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടേക്ക് ശോഭ സിറ്റിയിലേക്ക് പോകണം. അവിടെ നമുക്ക് ഈ ചെന്നൈയിലെ അതായത് തമിഴ്നാട്ടിലത്തെ പ്രളയത്തിലകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിൻ്റെ ഒരു കുറെ ഇതുകൾ വെച്ചിട്ടുണ്ട്. ഈ എന്നിട്ട് പറയാന് സഹായിക്കാൻ ഡ്രസ്സുകള്, ഭക്ഷണം. തമിഴ്നാടിന് ഒരു കൈത്താങ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒക്കെ ചേർന്നിട്ടുള്ള എനിക്ക് അറിയില്ല. ഡോക്ടേഴ്സ് അവർ പറഞ്ഞത്. അപ്പൊ അതൊന്ന് ചെന്ന് കഴിഞ്ഞാൽ വിശദമായിട്ട് അറിയുള്ളൂ. ഞാൻ നിതിനും കൂടി വാങ്ങിച്ചു. അപ്പൊ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വരണം. അത് കാരണമാണ്. അതിലിങ്ങനെ കേക്ക് മുറിക്കണ്ടല്ലേ.
അപ്പോൾ നമ്മൾ ശോഭ സിറ്റിയിലെ 2ാം നിലയിൽ വന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡോക്ടർ എമിൽ, ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബെൽമ. എനിക്ക് പേര് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അവർ ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരും. ഇതൊന്ന് എന്തൊരു സംഭവം എന്ന് പറഞ്ഞു തന്നെ. ശരി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ഡിസംബർ ആദ്യവാരത്തോടു കൂടി ചെന്നൈയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. മെയിനായിട്ട് ചെന്നൈയിലും തിരുനെൽവേലി, തൂത്തുക്കുടി എന്നീ ജില്ലകളിലായിരുന്നു ഇത് മെയിനായിട്ട് എഫക്റ്റ് ചെയ്തത്. കഴിഞ്ഞ നമുക്ക് 2015-ലും 2016-ലും ചെന്നൈയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് കേരളയിൽ നിന്ന് പലരും സഹായം നൽകുകയുണ്ടായി. അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് 2018-ൽ കേരളയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ ചെന്നൈ മൊത്തം നമുക്കൊരു കൈത്താങ്ങായി നിന്നു. പക്ഷെ ഈ കഴിഞ്ഞ ഒരു വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ മീഡിയയിലാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, അതിന് തക്കതായ ഒരു സപ്പോർട്ട് എല്ലാവരുടെ സൈഡിൽ നിന്നും കിട്ടാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ കേരളയുടെ സൈഡിൽ നിന്ന് നമുക്ക് അവർക്ക് ഒരു സഹായം നൽകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു പരിമിതിയിലാണ് നമ്മളത് ഒതുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെന്നൈയിലുള്ള നമ്മുടെ കൂടപ്പിറപ്പുകളെ സഹായിക്കാം എന്നുള്ളൊരു ആശയമായിട്ട് ഹെൽത്ത് വർക്ക് ടീം അത് ഏറ്റെടുത്ത് നമ്മളത് മുന്നോട്ട് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശ്ശൂരുമായി സഹകരിച്ച് മുന്നോട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് ഡ്രസ്സുകളും ഭക്ഷ്യ വസ്തുക്കളും, അതായത് അരി, ധാന്യങ്ങൾ മുതലായവയും കളക്ട് ചെയ്ത് അവിടുത്തെ ചെന്നൈയിലെ ഒരു ഡോക്ടർ S. ജയചന്ദ്രൻ എന്ന് പറഞ്ഞ 5 രൂപ ഡോക്ടർ, മെരസൽ സിനിമയിലൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ മരിച്ചിട്ട് ഇന്ന് 5 കൊല്ലമായി. ഈ കഴിഞ്ഞ ഡിസംബർ 19-ാം തീയതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ 5ാം മരണവാർഷികം. അപ്പോൾ അദ്ദേഹമായിട്ട് കൈകോർത്തിട്ടാണ് നമ്മൾ ഇവിടെ ചെന്നൈയിൽ ഈ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു അവയർനെസ് പ്രോഗ്രാമും അതുപോലെ തന്നെ നമ്മളൊരു ചാരിറ്റി ഡ്രൈവുമാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ സൊലേസ് എന്ന നാമത്തിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. കളക്ഷൻ പിന്നെ നമ്മളിപ്പോൾ ശോഭയിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മൾ ശോഭയിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശോഭയിലെ റെസിഡൻറ്റ് അസോസിയേഷനും അതുപോലെ തന്നെ ശോഭയിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലുള്ളവരും സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല ഭാഗങ്ങളായിട്ട് ചെന്നൈയിലേക്ക് കയറ്റിവിടാനും ആ ഒരു ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അത് അവിടെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ 21-ാം തീയതി ജനുവരി ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഈ ചെന്നൈയിലുള്ള ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, മോനാണ് ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഡോക്ടർ ശരത് രാജ്, അദ്ദേഹം നേരിട്ട് വരികയും സബ് കളക്ടറിൻ്റെ അധ്യക്ഷതയിൽ നമ്മൾ അവർക്ക് കൈമാറുകയും ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന ഞായറാഴ്ച 21-ാം തീയതി. അത്രയാണ് ഈ ചെന്നൈ ചാരിറ്റി ഡ്രൈവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേര് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഇതിൽ പറയുന്നത്. താങ്ക് യു.